السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. صدق الله مولانا العظيم. പ്രിയമുള്ള സത്യവിശ്വാസികൾ, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ 47-ാമത്തെ ആയത്താണ് ഞാൻ ഓതിവെച്ചത്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ വലിയ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഖൽബുൽ ഖുർആനാകുന്ന സൂറത്ത് യാസീനിലെ ഓരോ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സതുപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചരിത്ര പാഠങ്ങളും നാം പറഞ്ഞു വരികയാണ്. തൊട്ടുമുമ്പത്തെ ആയത്തിൽ നാം പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ആയാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ആയത്തുകൾ സത്യനിഷേധികൾ അടുക്കലേക്ക് അവർക്ക് അവരെ ദൃഷ്ടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരതിനെ ആസ്വദിക്കുകയും അതിനെ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരെന്താണ്? ഇല്ലാ കാനൂ അൻഹാ മുഅരിദീൻ. അതിനെ തൊട്ട് പുറംതിരിഞ്ഞു കളയുന്നവരാണ്. സത്യനിഷേധികളുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ഈ ദുനിയാവിലെ ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണും. പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ തന്നെ അവരെ തമ്മിൽ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ വആയത്തുൽ ലഹുമുൽ അർളു വആയത്തുൽ ലഹുമുൽ ലൈലു വആയത്തുൽ ലഹും അന്നാ ഹമൽനാ എന്ന് തുടങ്ങുന്ന ഓരോ ദൃഷ്ടാന്തം, ഭൂമിയിലെ പ്രതിഭാസങ്ങൾ, ആകാശലോകത്തെ പറ്റിയും സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും, അതിലുപരി കപ്പലിന്റെ സഞ്ചാരം, അത് വലിയ വ്യത്യസ്തമാർന്ന റബ്ബിന്റെ വലിയൊരു ആയത്താണെന്ന് നമ്മളൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്ത് ദൃഷ്ടാന്തം അവർക്ക് മുമ്പിൽ വെച്ചാലും അവരെന്ത് ചെയ്യും? അതിനെ പുറംതിരിഞ്ഞു കളയുന്നവരായിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അല്ലാഹു തആല അവിടെ ഒരു നിർദ്ദേശം സൂറത്ത് യാസീനിലൂടെ വെച്ചു. എന്താ അവിടുന്ന് പറഞ്ഞത്? റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് കരുണ വേണോ? റബ്ബിന്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മുമ്പുള്ളതിനെയും ശേഷമുള്ളതിനെയും നിങ്ങൾ ഭയപ്പെടണം. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞു. പാരത്രികമായ ലോകത്ത് വരാനിരിക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു ഭയം നിങ്ങൾക്ക് വേണം. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായം, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യദീനിനെ എതിർത്തതിന്റെ പേരിൽ പരിശുദ്ധമായ ദീനിനെ കളവാക്കി പുറങ്കാലുകൊണ്ട് തള്ളിയെറിഞ്ഞവർ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാചകന്മാര് പോലും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നത് ദുർഗുണമാണെന്ന് പറഞ്ഞു, ദുശകുനമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിന്റെയൊക്കെ പേരിൽ വരാനിരിക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷം ആ സമയത്ത് ആ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ക്രൂരമായ മർദ്ദനങ്ങൾ, ക്രൂരമായ ശിക്ഷ, ആ ഒരു ഭയവും നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തുർഹബൂൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. രണ്ടാമതായി
അല്ലാഹു തആല ഇവിടെ പറഞ്ഞു വെക്കുന്നത് വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്. കണ്ടോ, അവിടെ അവരുടെ സമീപനം എന്തായിരുന്നു? അവർ അതിനെ തൊട്ട് പുറംതിരിഞ്ഞു കളഞ്ഞു, കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഈ ഒരു നിർദ്ദേശവും അല്ലാഹു തആല അവർക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. രണ്ടാമതായി അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ഈഹവും പരവും വിജയിക്കണമോ, റബ്ബിന്റെ കാരുണ്യം വേണോ, എന്ത് ചെയ്യണം? അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്നും, നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ, വഇദാ ഖീല ലഹും, അവരോടായി പറയപ്പെട്ട് കഴിഞ്ഞാൽ, അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കണേ എന്നവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തു പറയും? ഖാലല്ലദീന കഫറൂ, ആ നന്ദികെട്ട വർഗം സത്യനിഷേധികളായ ആ കൂട്ടർ പറയും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താ അവർ പറയണെന്നറിയോ? ലില്ലദീന ആമനു, സാധുക്കളായ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ മിസ്കീന്മാരായ പാപപ്പെട്ടവരായ ജനങ്ങളോട് അവർ പറയും. അവരെന്ന് സഹായിക്കണമെന്ന് പറയുമ്പോഴേ അവരോട് എന്താ പറയണെന്നറിയോ? ഇസ്തിഹ്സാഉ ബിഹിം, അവരെ പരിഹാസപ്പെടുത്തിക്കൊണ്ട്, അവരെ വെറും നിന്ദ്യതയിലാക്കിക്കൊണ്ട് അവർ പറയുന്ന വചനം, അവർക്ക് നാം ഭക്ഷണം കൊടുക്കാനോ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ തന്നെ എന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം നൽകും. അല്ലാഹു അവർക്ക് എന്ത് ചെയ്യാൻ, റിസ്ക് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചില്ല. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കാത്തൊരു വിഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ? ഭക്ഷണം കൊടുക്കാനോ സമ്പത്ത് കൊടുക്കാനോ? എന്ത് ധിക്കാരത്തിന്റെ സ്വരമാണെന്ന് നോക്കണേ. എനിക്ക് റബ്ബ് തന്നു, നിങ്ങൾക്ക് ദൈവം തന്നില്ല. നിങ്ങളാണല്ലോ പറയുന്നത് എന്ത്? അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കും. സമ്പത്ത് കുറയ്ക്കുന്നവനും കൂട്ടുന്നവനും എല്ലാം നൽകുന്നവനും നൽകാതിരിക്കുന്നവനും പിടിച്ചു വെക്കുന്നവനും റബ്ബാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്. പിന്നെ ഈ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം? എന്ത് പരിഹാസമെന്ന് നോക്കണം. അതാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. ഖാലല്ലദീന കഫറു, ആ സത്യനിഷേധികളായ, ആ നന്ദികെട്ട വർഗം മുഅ്മിനീങ്ങളായ സാധുക്കളായ ആളുകളോട് പറയും, നിങ്ങൾക്ക് റബ്ബ് തന്നില്ല, എനിക്ക് റബ്ബ് തന്നു. നിങ്ങൾക്ക് നൽകാത്ത റബ്ബ് തടഞ്ഞു വെച്ചതിനെ നമ്മൾ നിങ്ങൾക്ക് നൽകണമോ, ഞങ്ങൾ നിങ്ങൾക്ക് നൽകണമോ എന്ന് അവരോടായി നിന്ദ്യതയുടെ സ്വരത്തിൽ, ഇസ്തിഹ്സാഉ ബിഹിം, പരിഹാസ സ്വരത്തിൽ അവരോട് ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ടോ, ഉള്ളവനോട് നീ ഇല്ലാത്തവന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ, അവൻ ഉള്ളതിൽ നിന്ന് നൽകണമെന്ന് പറഞ്ഞാൽ അവർ പറയും, വിശ്വാസികളോട് എന്തെന്നാ പറയുന്നത്? നിങ്ങൾ പറയുന്നത് സമ്പത്ത് തരുന്നവനും തരാത്തവനും റബ്ബാണെന്നല്ലേ? അങ്ങനെയുള്ള അല്ലാഹു നിങ്ങൾക്ക് തടഞ്ഞു വെച്ച സ്ഥിതിക്ക് ഞാൻ നൽകണമോ എന്നവരോട് ചോദിക്കും. ഇതിന് വ്യക്തമായ മറുപടിയാണ് അല്ലാഹു തആല നൽകുന്നത്. ഈ ആയത്തിറങ്ങാൻ മുഫസ്സിരീങ്ങൾ പല ഹിക്കായത്തുകൾ, പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സബബുൻ നുസൂലായി ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അത് ചർച്ച ചെയ്യാം. അല്ലാഹുവിന്റെ ഒന്നാമത്തെ ഉപദേശം നമ്മൾ പറഞ്ഞു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്ത അവർ എന്ത് ചെയ്തു? പുറംതിരിഞ്ഞു കളഞ്ഞു, അതിനെ തട്ടിക്കളഞ്ഞു. രണ്ടാമത് അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് റബ്ബ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ സമ്പാദിച്ചെന്നല്ല അല്ലാഹു തആല അവിടെ പ്രയോഗിച്ചത്. റസഖക്കുമുല്ലാഹ്, റബ്ബ് നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാനാ പറഞ്ഞത്. അപ്പോഴവരെന്താ പറഞ്ഞത്? ഇസ്തിഹ്സാഉ ബിഹിം, പരിഹസിച്ചുകൊണ്ട്, നമ്മൾ തരില്ല, നിങ്ങൾക്ക് അല്ലാഹ് തന്നില്ല, നമുക്ക് തന്നു, നിങ്ങൾ റബ്ബിനോട് ചോദിച്ചു മേടിച്ചോ എന്നവരോട് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്ത് യാസീന്റെ ബറക്കത്തുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.